ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. അപ്പോൾ നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടല്ലോ അല്ലേ, അൻസാരി ഉസ്താദിനൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മതം വിട്ടിട്ടും വിടാതെയും ആ മതത്തിനെക്കുറിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെ പേരെന്താണ്? ആരിഫ് ഹുസൈൻ. അപ്പോൾ അയാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏതു നേരം തൻ്റെ ജനിച്ചു വളർന്ന മതത്തിനെ കുറിച്ചിട്ട് ഏതു നേരം കുറ്റം പറച്ചിലാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയൊക്കെയോ പറയുന്നു. അപ്പോൾ ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ ആളാണെച്ചാൽ വായിൽ കൊള്ളാത്ത നുണകളൊക്കെ എടുത്ത് പറയുക. പിന്നെ എന്താ പറയുക, പരിശുദ്ധ ഖുർആനിൽ പിന്നെ നമ്മളുടെ ഇപ്പോൾ മുസ്ലിമായ ഒരു വ്യക്തിയുടെ അയൽവാസി ഹിന്ദു ആണെങ്കിൽ പിന്നെ എന്താണ് ദേഷ്യത്തോടെ പെരുമാറുക. പിന്നെ രാത്രിയൊക്കെ ആവുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക. അവർക്ക് വെളിച്ചം കിട്ടണ്ട. നമ്മുടെ മുസ്ലിമായ ആളുകളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ആ ഒരു ലൈറ്റ് ഹിന്ദുവായ ആൾക്ക് കിട്ടാൻ പാടില്ല. ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ അങ്ങനെയുള്ള രീതിയിൽ അയാൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് റിയാക്ഷൻ ചെയ്താലോ എന്ന്. കാരണം വേറൊന്നുമല്ല, ഈ പച്ചവർഗീയത ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടും വായടപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ പറയുന്നതേ ശരി എന്ന് പറഞ്ഞിട്ട് വാദിച്ച് നിൽക്കാൻ അവർക്ക് കഴിയും. പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരികൾക്കൊന്നും അതിനുള്ള കഴിവൊന്നുമില്ല, പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഈ ചാനലിൽ എനിക്കിടാലോ. അപ്പോൾ ബഹുമാനപ്പെട്ട അൻസാരി സുഹാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കാരണം ഉസ്താദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് ഏതൊരു കാര്യവും ആരുടെയും പക്ഷം ചേരാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ അളന്ന് കാര്യങ്ങളും അവതരിപ്പിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇവിടെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ആരൊക്കെയോ ആവാൻ ശ്രമിക്കുന്ന ആരിഫ് ഹുസൈന് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അൻസാരി ഉസ്താദിൻ്റെ നാട്ടിലെ ആളുകളുടെ അടുത്തും അതുപോലെ എന്താ പറയുക ഹിന്ദു സഹോദരങ്ങളുടെ അടുത്തേക്ക് പോയി. ഒരു അമ്പലത്തിൽ എന്തോ പരിപാടി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോകുമ്പോൾ ആളിങ്ങനെ തലയിൽ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ പോവാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു നല്ല രീതിയിൽ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ ഭയങ്കര ഹാഷായിട്ട് പെരുമാറണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത്. പക്ഷേ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഹൈന്ദവ സഹോദരങ്ങളെയാണ് ആരിഫ് ഹുസൈൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ അൻസാരി സുഹാരി ഉസ്താദ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിയും എത്രയോ ഭംഗിയാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്, അത് കാണാം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ ഞാൻ വേണമെങ്കിൽ പിന്നെ ഖുർആനിൽ പറയുന്നു, നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണമെന്ന് പറയുന്നു. എങ്ങോട്ട് പോകുന്നല്ലേ? പള്ളിയുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട പണിക്കരി സാറിന്റെ ഓർമ്മദിനമായിരുന്നു. അമ്മയാണെങ്കിലേ ചെറിയൊരു അനുസ്മരണ പരിപാടിക്ക് അവിടെ വിളിച്ചിട്ടുണ്ട്. നല്ല പായസവും കൂട്ടിയുള്ള സദ്യയുണ്ട്. ഇന്ന് അവിശ്വാസികളോട് ഞാൻ പരുഷമായി പെരുമാറിയിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന് കാണിച്ചു തരാം, നോക്കട്ടെ. അവിടെ എത്തിയിട്ട് എല്ലാവരോടും പരുഷമായിട്ട് പെരുമാറണം, കാണിച്ചു തരാം. പരുഷമായി പെരുമാറാൻ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് മുസ്ലിമീങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും. ഞാൻ ആരോട് പെരുമാറും? ആദ്യം എൻ്റെ കയ്യിൽ വീണ ഇരയാണെങ്കിൽ കടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൻ രാജപ്പൻ ചേട്ടനോട് തന്നെ ഫസ്റ്റിലെ പരുഷമായി പെരുമാറിയേക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ, നിരപരാധി നിഷ്കളങ്കരമായ രാജപ്പൻ ചേട്ടൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പരുഷമായിട്ട് പെരുമാറുന്ന പോയിട്ടും നോക്കാൻ പോലും തോന്നില്ല. അത്രയും പാവം മനുഷ്യൻ. അയ്യോ, ഇനി ഞാൻ ആരോട് പരുഷമായിട്ട് പെരുമാറും? ആരിഫ് ഹുസൈൻ പറഞ്ഞത് പ്രകാരം പരുഷമായിട്ട് പെരുമാറാൻ എനിക്കൊരാണും കിട്ടാത്തതിൻ്റെ നിരാശയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇലയിടാൻ ഒരു ചേട്ടൻ വരുന്നു. അദ്ദേഹത്തോട് തന്നെ പരുഷമായിട്ട് പെരുമാറിയേക്കാം. തൊട്ടുപിറകിൽ മധുരം നൽകാൻ മറ്റൊരു മോൻ. അങ്ങനെ ഒടുവിൽ ആരുമായും പരുഷമായി പെരുമാറാൻ അവസരം കിട്ടാത്ത ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ട് എനിക്ക് പരുഷമായി പെരുമാറാൻ അവസരം രാജപ്പെട്ട ഒരുക്കി തന്നു. ധൈര്യമായിട്ട് പരുഷമായി പെരുമാറിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞാനോട് പൊളിച്ചു. അങ്ങനെ ഒടുവിൽ ചോറ് വന്നു, പരിപ്പ് വന്നു, പച്ചടി വന്നു, കിച്ചടി വന്നു. പക്ഷേ വിട്ടുകളഞ്ഞില്ല. ചോറിൻ്റെ മുകളിൽ പരിപ്പ് മുടിച്ച് പപ്പടത്തെ ചേർത്ത് വെച്ച് ഞെരിച്ചമർത്തി ഞാൻ എൻ്റെ അമർഷം മുഴുവനും ആ ചോറിൻ്റെ മുകളിൽ തീർത്തെന്ന് പറയാം. അത്ര അങ്ങോട്ട് ചവച്ചരച്ചിട്ടും കടിച്ചമർത്തിയിട്ടും മുഖത്ത് പരുഷതയുടെ അടയാളങ്ങൾ വരുന്നില്ലല്ലോ പടച്ചവനെ. ഇനി ഞാൻ എന്ത് ചെയ്യും? ആകെ മൊത്തം കൺഫ്യൂഷനായിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും ഒരാളോടും പരുഷമായി പെരുമാറാൻ കഴിയാത്തതിൻ്റെ നിരാശക്കൊടുവിൽ
ഇലയുടെ ഒത്ത നടുവിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ആ ചക്കര പായസം വന്നു. ഈ കലുഷിത കാലഘട്ടത്തിൽ ചക്കര പായസത്തെ ഒറ്റക്ക് നിർത്തുക എന്നുള്ളത് ഭീതിജനകമായതുകൊണ്ട് തന്നെ ചക്കര പായസത്തിന് സപ്പോർട്ടായി വെള്ള പായസത്തെ കൂടി ഒന്നിച്ച് ചേർത്ത് നിർത്തി രണ്ടുപേരെയും ലയിപ്പിച്ച് അങ്ങനെ ആരിഫ് ഹുസൈൻ പറഞ്ഞ പ്രകാരം സകല പരിശുദ്ധിയും മനസ്സിൽ കടിച്ചമർത്തി ചക്കര പായസത്തിന് മുകളിൽ വെള്ളപ്പായസം ഒഴിച്ച് ഒടുവിൽ ഒരു പഴുങ്കടന്റെ മുകളിലേക്ക് തിരികെ ആ ദേഷ്യം കടിച്ചമർത്തി. അങ്ങനെ പടക്ക കട ഹുദാ ഹവ ഇസ്ലാമേതര സമൂഹങ്ങളോട് പരുഷമായിട്ട് പെരുമാറലാണ് ഖുർആന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആരിഫ് ഹുസൈന്റെ വാക്ക് കേട്ടുകൊണ്ട് പരുഷമായി പെരുമാറാൻ പോയ ആളായ എനിക്ക് 2 തരം പായസം കൂടി സദ്യ നിന്ന് നന്നായിട്ട് കഴിച്ചതേ ഒരു ഏമ്പൊക്കം മുട്ടിന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കണം എനിക്ക്. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് മൊബൈലൊന്ന് തുറന്നു നോക്കിയപ്പോൾ അരുൺകുമാർ അവിശ്വാസികളെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 32-ാം ആയത്ത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. മോനടാ പോയി പണിയെടുത്ത് തിന്നടാ, നിന്നെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടത്തില്ല. നീ ആരാണ് സൂചിപ്പിക്കാൻ വേണ്ടി രാവും പകലും AC മുറി ഇരുന്ന് ഈ കുരക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒക്കെ ഇല്ലാതാകണം. നീയും പാകിസ്ഥാനും ഒക്കെ എടുക്കുന്ന ഒരേ പണി തന്നെയല്ലേ? പാകിസ്ഥാൻ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുകയും മുസ്ലിം നാമധാരികളായതുകൊണ്ട് ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് മുസ്ലിമീങ്ങളോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന വെറുപ്പും വിദ്വേഷം ഉണ്ടാവും. നീ എടുക്കുന്ന പണിയും ഇന്ത്യയുടെ അകത്തു നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിമുകൾക്കെതിരെ തിരിച്ചുവിടാനുള്ള കുടിലതന്ത്രം അത് നിനക്ക് ഒറ്റയ്ക്ക് സാധ്യമാകത്തുകൊണ്ട് നിന്റെ ആശയങ്ങൾ പാവപ്പെട്ട ഈ നാട്ടിലുള്ള വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് വിഷലിപ്തമായ വാക്കുകളിലൂടെ കുത്തിവെക്കാനാണ് നീ ശ്രമിക്കുന്നത്. നിന്റെ ഉദ്ദേശമൊന്നും നടക്കത്തില്ല ആരിഫേ. കണ്ടില്ലേ ഹൈന്ദവ സഹോദരന്മാര് സ്നേഹം വാരി വിതറിയത്? ഈ ഒരു സ്നേഹം കൊണ്ടാണ് അൻസാരി ഉസ്താദിന് 8ന്റെ പണി കിട്ടിയത് കേട്ടോ. അല്ലാതെ ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ യാഥാർത്ഥ്യം. ശരിക്കും യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുത്തിലുള്ളതാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ ചില ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അവരൊന്നും യാഥാർത്ഥ ജീവിതത്തിലുള്ളവരല്ല. കാരണം അവരൊക്കെ എവിടേക്കും ഒരു ലോകത്താണ്. പക്ഷേ പെട്ടെന്ന് ഒരാൾക്ക് വയ്യാതായി എന്ന് വെച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കും എന്തും സംഭവിക്കാം. അപ്പോൾ ചിലപ്പോൾ മുസ്ലിമായ ആളുകൾ തന്നെയായിരിക്കും ഈ ഹൈന്ദവരായ ഒരു വ്യക്തിയെ രക്ഷിക്കാനും അവർക്ക് ബ്ലഡ് കൊടുക്കാനുണ്ടാവും. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു മുസ്ലിമായ ഒരാളാണ് എനിക്ക് ബ്ലഡ് തന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് നമ്മുടെ പേഴ്സണൽ മാറ്ററാണ്, അതൊന്നും നമുക്കിപ്പോൾ പുറത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കെന്താ ഇവിടെ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ, എന്നെ തെറി വിളിക്കരുതേ. ഞാൻ അൻസാരി ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതൊരു ഫ്ലോയിൽ പറഞ്ഞു വന്നതാണ്. അപ്പോൾ എന്തായാലും ആരിഫ് ഹുസൈന് കിട്ടേണ്ടത് കിട്ടി അൻസാരി ഉസ്താദിൻ്റെന്ന്. അപ്പോൾ നിഷ്പക്ഷമായി പറയുന്ന അൻസാരി ഉസ്താദിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് കാലം അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ഇനിയും തുടരട്ടെ അദ്ദേഹത്തിൻ്റെ പ്രയാണം. അതുപോലെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നത് ഈ ഒരു കൈ അറിഞ്ഞാൽ മറുകൈ അറിയരുത് എന്നാണ്. പക്ഷേ അറിയിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്, പച്ച വർഗീയത പറയാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.